ഹായ് എവരിവൺ, വെൽക്കം ടു അമ്മൂസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് ഈസി ആയിട്ടുള്ളൊരു ഗ്ലാം മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കൊരു വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കായിട്ട് അതുപോലെ തന്നെ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ബോത്ത് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റ് തന്നെ നമ്മൾ മുടിയെല്ലാം ഉടക്ക് കളഞ്ഞൊന്ന് ചീവി ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനുശേഷം ഞാൻ ഫ്രണ്ടിൽ നിന്ന് 2 സെഷൻ ഓഫ് ഹെയർ എടുക്കുന്നുണ്ട്. നമ്മുടെ ഇയേഴ്സിന് ഫ്രണ്ടിൽ വരുന്നത് വരെ ഉള്ള ഹെയർസ് എടുത്തതിന് ശേഷം 2 സെഷൻസ് ആയിട്ട് നമ്മുടെ ഫേസിൻ്റെ 2 സൈഡിലൊന്ന് എടുത്ത് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഹെയർ നമുക്ക് പുറകിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത ഹെയറിൻ്റെ ഒരു സെഷൻ എടുക്കുക. അതിനുശേഷം അതിനെ 2ആയിട്ട് ഞാൻ പാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനെ 2 ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം ട്വിസ്റ്റ് ചെയ്യാനായിട്ട്. ഈ 2 സെഷൻസും അതായത് ഈ നമ്മൾ പാർട്ട് ചെയ്തേക്കുന്ന 2 സെഷൻസും ഒരേ ഡയറക്ഷനിൽ വേണം ട്വിസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അറ്റം വരെ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുറകിലേക്ക് കൊണ്ടുപോയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ അടുത്ത പാർട്ടിലും ചെയ്യുക. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം പുറകിലേക്ക് കൊണ്ടുപോയി പിൻ ചെയ്യുക. ഇനി ബാക്കി നമ്മൾ പുറകിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഹെയർ ഒന്ന് എടുത്തതിന് ശേഷം ഞാനൊന്ന് പിന്നി ഇടുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് അതൊന്ന് പിന്നി ഇട്ടിട്ട് വരാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് പിന്നി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 2 സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഫാൻ ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒരു വോളിയം തോന്നാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഹെയർ ആക്സസറീസ് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കുറച്ചും കൂടെ ആ ലുക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഹെയർ ആക്സസറീസ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ബ്രൈഡിൻ്റെ അവിടെ എവിടെയായിട്ടൊന്ന് കുത്തി കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനാണ്. എന്നാൽ നല്ല സാരിയുടെ കൂടെ നല്ല രീതിയിൽ പോകുന്നൊരു ഹെയർ സ്റ്റൈലാണ്. നെക്സ്റ്റ് നമുക്ക് ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ പ്രൈമറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ NYBയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ പോർസ് ഉള്ള ഏരിയാസിൽ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്ത് ഫുള്ളായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ കവറോൾ ഫൗണ്ടേഷനാണ്. അപ്പോൾ അതും ഇതുപോലെ ഫുള്ളായിട്ട് ഫേസിലൊന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് ക്വിർക്കിയുടെ കളർ കറക്റ്ററാണ്. ഇതൊരു ഓറഞ്ച് കളർ കറക്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഐഷാഡോയ്ക്ക് ഒരു ബേസ് ആയിട്ട് കൊടുക്കാനായിട്ട് ഞാൻ നമ്മുടെ ഐലിഡ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെ ലിപ്സിൻ്റെ 2 സൈഡിലും കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ലിപ്സിൻ്റെ 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ഗ്ലോ ടോണറാണ്. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കട്ടിയുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് എസൻസിൻ്റെ മൂസ് ഫൗണ്ടേഷനാണ്. ഇത് ഞാനിവിടെ ഒരു കൺസീലർ പോലെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്രീം കൺസിസ്റ്റൻസി ഒരു മൂസ് കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ ഒരു കൺസീലർ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി ഞാൻ എല്ലാം ഈ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലെയേഴ്സ് എല്ലാം കൂടെ ഞാൻ കുറച്ച് ലൂസ് പൗഡർ എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൗഡർ ബ്രഷ് വെച്ചിട്ട് ഈ ലൂസ് പൗഡർ എടുത്ത് ഫുള്ളായിട്ട് നമ്മുടെ ഫേസിലൊന്ന് ഡസ്റ്റ് ചെയ്ത് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഫേസ് കോണ്ടോർ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഞാൻ ക്വിർക്കിയുടെ കോണ്ടോറാണ് ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത്. ഈ കളർ കറക്റ്റർ പാലറ്റിലെ കോണ്ടോർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജും അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് ബോണിൻ്റെ താഴെയായിട്ടും ഞാൻ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്, കോണ്ടോർ ലൈൻസ്. അതിനുശേഷം നല്ല രീതിയിൽ അത് സ്പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഐബ്രോ പെൻസിൽ എടുത്തതിന് ശേഷം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഐബ്രോസിൻ്റെ ഏറ്റവും താഴെയായിട്ടും ഏറ്റവും മേളിൽ കൂടെയും ഒന്ന് തിൻ ലൈൻസായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഐബ്രോസ് തുടങ്ങുന്ന ഭാഗത്ത് ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഈ ഐബ്രോ പെൻസിലിൻ്റെ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം ബ്രഷ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സാരിക്ക് മാച്ച് ചെയ്യുന്ന പോലെ ഒരു കോറൽ ഷെയ്ഡാണ് മെയിൻ ഷെയ്ഡായിട്ട് എടുക്കുന്നത്. അത് ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ ഐലിഡ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനൊരു ലൈറ്റ് ഒരു
ക്രീം ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. അതാണ് നമ്മുടെ ഐലിഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ കോറൽ ഷെയ്ഡ് ബേസിലേക്ക് ഞാൻ ആ ഒരു ക്രീം ഷെയ്ഡാണെന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐലിഡ്സിൻ്റെ ഏറ്റവും അറ്റത്താണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഐലിഡ്സിൻ്റെ ഏറ്റവും അറ്റത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് പോലെ അതൊന്ന് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഞാൻ എൻ്റെ വിരലിലേക്കൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്ത് ഐ ലുക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോറൽ ഐ ഷാഡോ ലുക്കാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഞാനൊരു ലിക്വിഡ് ലൈനർ എടുത്തതിന് ശേഷം നമ്മുടെ ഐലൈനർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കണ്ണിനെ കുറച്ച് ഒത്തിരി തിക്കായിട്ട് ഞാൻ എഴുതുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ആ ഐസിൻ്റെ ഷേപ്പിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത് പോലെ കുറച്ചൊരു എലോങ്ങേറ്റ് ചെയ്യുന്നൊരു ഐലൈനർ ലുക്കാണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെബിലിൻ്റെ ഫോൾസീസ് മസ്കാരയാണ്. അപ്പോൾ ആ മസ്കാര വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വാട്ടർ ലൈൻ ഫില്ല് ചെയ്യാനായിട്ട് കാജൽ ഉപയോഗിച്ചേക്കുന്നത് ഹിമാലയയുടെ കാജലാണ്. അത് വെച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തേക്കുന്ന ആ സെയിം കോറൽ ഷെയ്ഡ് ഞാനൊരു ബ്രഷിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ഐ ലുക്കിനെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു ഗ്ലിറ്റർ ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ നിന്നൊരു ലൈറ്റ് പിങ്ക് ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഞാൻ ഈ പൗഡർ ബ്രഷ് ഒന്ന് ഫാൻ ബ്രഷ് പോലെ ഒന്ന് ആക്കി ഒന്ന് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഫേസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൗഡർ ബ്രഷിനെ ഞാനൊന്ന് അമുക്കി പിടിക്കുമ്പോൾ അതൊരു ഫാൻ ബ്രഷ് പോലെ ആവുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഏറ്റവും ഹൈ പോയിൻറ്റ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിലൊന്ന് എടുത്തതിന് ശേഷം നമ്മുടെ നോസിൻ്റെ ഏറ്റവും ടിപ്പിൽ, അതുപോലെ നോസ് ബ്രിഡ്ജിൻ്റെ മിഡിലിൽ, നമ്മുടെ നെറ്റിയുടെ ഏറ്റവും ഹയസ്റ്റ് പോയിൻറ്റിലും ഒക്കെ, നമ്മുടെ അപ്പർ ലിപ്പിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ പൗഡർ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ബയോട്ടിക്കിൻ്റെ ഈ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ബയോബെറിന്ന് വാങ്ങിച്ചിട്ട് ലിപ് ബാം വെച്ചിട്ട് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ബെല വോസ്റ്റയുടെ സാറ്റിൻ പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതൊരു ബ്ലൂയിഷ് അണ്ടർടോൺ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണിത്. നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ മാച്ച് ചെയ്യുന്നൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അപ്പോൾ ആ ഷെയ്ഡാണ് ഞാനിന്നിവിടെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫിനിഷ്ഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ആക്സറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബിന്ദിയും കൂടെ വെച്ചിട്ട് ഞാനിതിനെ ഈ ലുക്കിനെ ഒന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ലൊരു ഗ്ലാം ലുക്കാണ് ഇതെന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതേ ഗ്ലോ ടോണർ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കൊരു പാർട്ടീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഡ്ഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോഴൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തായാലും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം. ടാറ്റാ.